ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. ഞാനിവിടെ വന്ന് ഇന്ന് വൈകുന്നേരത്ത് കുറച്ച് കുക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കപ്പയൊക്കെ കറി വെച്ച് ഞാനിങ്ങോട്ട് നടന്നു വന്നപ്പോൾ അവിടെ വഴിയിലിട്ട് വിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് വാങ്ങിച്ചത്. കൊണ്ടുവന്ന് കറിയൊക്കെ വെച്ച് കഴിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ യൂട്യൂബിൽ ഇതിങ്ങനെ ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം കാണാം നമ്മുടെ എല്ലാം സുധി ഉണ്ടല്ലോ. സുധിയുടെ വിശേഷങ്ങളാണിപ്പോൾ ചാനൽ തുറന്നാൽ മൊത്തം കാണുന്നത്. എപ്പോഴും അത് തന്നെയാണ്. റീൽസും പിന്നെ അവർ ചാനലിന് കൊടുക്കുന്ന ഇൻ്റർവ്യൂവും പിന്നെ അതിൻ്റെ കമൻറ്റിനെ പറ്റിയുള്ള അവരുടെ കമൻറ്റും ഇതെല്ലാം ആയിട്ട് ചാനൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് വേറൊരു ചാനലിൽ ഒരാൾ, ഞാൻ ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പുള്ളി അവരെ പറ്റി കുറേ കാര്യങ്ങളങ്ങ് പറഞ്ഞു. എന്നുവെച്ചാൽ ഭർത്താവൊക്കെ മരിച്ചിട്ട് പിന്നെ ഈ പറയുന്ന രീതിയിലൊക്കെ ഉള്ള അഭിനയം അത്ര എന്ന് വെച്ചാൽ എന്നാളൊരു വീഡിയോ വന്നായിരുന്നല്ലോ അല്ലേ, ബിലീവിൻ്റെ പടത്തിലെ ഒരു റീൽസ് പോലെ ഒരു മ്യൂസിക് ചെയ്തായിരുന്നല്ലോ, അതിനെ പറ്റിയുള്ള കമൻറ്റാണ് അത്. ഇവരോട് നല്ല സ്നേഹമായിരുന്നു എല്ലാ ആളുകൾക്കും. എന്നാൽ ഇപ്പോൾ അത് ക്രമേണ കുറഞ്ഞു വന്നു. കാരണം ഇവരെപ്പോഴും അങ്ങ് ഇൻ്റർവ്യൂ കൊടുപ്പാണ്. സാധാരണ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. പിന്നെ ഫുൾ ടൈം ഇവർ ചാനലിലും എല്ലാം ആണ്. പിന്നെ റീൽസാണ്. ഇതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഇത്തിരി ഓവറാവുന്നതെന്നാണ് പുള്ളിയുടെ ഒരു കാഴ്ചപ്പാട്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ആ പുള്ളി പറഞ്ഞു. എന്നിട്ട് ആ പുള്ളി തന്നെ പറയുന്നുണ്ട്, അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു ആവശ്യത്തിനൊക്കെ വേണം. മക്കളൊക്കെ വളർന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള റീൽസ് കാണുമ്പോൾ ആ മക്കൾക്കാണ് അതിൻ്റെ അഭിമാനക്കുറവുണ്ടാകുന്നത്. അവർക്കായിരിക്കും അതിൻ്റെ വിഷമം. അല്ലാതെ ഈ കാണുന്ന ആളുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അവർക്ക് ഇവരെന്ത് ചെയ്താലും ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ കുറച്ച് സമയം അത് കണ്ടുകൊണ്ടങ്ങ് ഇരുന്നു. ഓരോ ആളുകളുടെയും കമൻറ്റുകളാണ് ഇപ്പോൾ അതിനെപ്പറ്റി ഉണ്ട്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, ജീവിക്കുന്നു. അവരൊക്കെയുള്ള സന്തോഷം അതാണെങ്കിൽ അവരത് ചെയ്യട്ടെ. അല്ലാതെ നമുക്കെന്തോ പറയാനാ. ഇങ്ങനെയൊക്കെ വൈകിട്ട് വന്ന് ഇതുപോലെ ഓരോ ചാനലുകളും എല്ലാം കണ്ടുകൊണ്ടിരിപ്പാണ് പരിപാടി. അല്ലാതെ പിന്നെ എന്തോ ചെയ്യാനാണ്. വീട്ടിൽ വന്നിട്ട് പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല റിലീഫാണ്. ഈ നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് അടക്കി വച്ചിരിക്കുന്ന മനസ്സിൻ്റെ ഇതെല്ലാം പുറത്തേക്ക് ഇറക്കി വയ്ക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേണം. കൂട്ടുകാരുടെ അടുത്തൊക്കെ ഇരുന്ന് കാര്യം പറയണം. അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യണം. ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യുന്നത് ഒരു ഭയങ്കര പോസിറ്റീവാണ്. നമ്മൾ എപ്പോഴും ഈ ഫോണിലൂടെ മാത്രമായ ബന്ധങ്ങൾ നിലനിൽക്കത്തില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ സ്വന്തക്കാരുടെയും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് പോവുകയും അവരുമായിട്ട് ഇടപഴകുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും എല്ലാം ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പാവയെപ്പോലെ ഇങ്ങനെ ജോലിയും ഓഫീസ് വീട് എന്ന് മാത്രമാകുമ്പോൾ നമ്മളെ മനസ്സ് തന്നെ മുരടിക്കും. ഒരുപാട് പോസിറ്റീവ് വൈബും നെഗറ്റീവ് വൈബുമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഒരു വ്യക്തിയുടെ കാര്യമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. പല പ്രോബ്ലംസാണ്. അങ്ങനെ ഗവൺമെൻറ്റിന് കുറേ ഫണ്ടും കാര്യങ്ങളുമൊക്കെ വന്ന് മാർച്ചിൽ എല്ലാവർക്കുള്ളയും പേയ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ ഗവൺമെൻറ്റിന് കാശുണ്ടായാൽ നമുക്ക് ആളുകൾക്കാണ് അതിൻ്റെ പ്രയോജനം. എല്ലാവരുടെയും ബില്ലുകളൊക്കെ മാറും. എല്ലാവർക്കും സാമ്പത്തികമായിട്ടും എല്ലാം മെച്ചങ്ങളും ഉണ്ടാകും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെ പോസിറ്റീവ് വൈബ് കിട്ടും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓരോന്ന് കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വീട്ടിൽ വന്നിരുന്ന പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്. ഉത്തരനൊക്കെ അവരവരുടെ കാര്യം നോക്കിയിരിക്കും. ഇനിയിപ്പോൾ എക്സാമും കാര്യമൊക്കെയാണ്. കുറച്ച് നാൾ കൂടെ കഴിയുമ്പോഴാണ് ഇപ്പം ഓരോന്നൊക്കെ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ അമ്പലത്തിൽ ഗാനമേള കാണാനും പോകണം.
സത്യം പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് ഒരുപാട് താമസിച്ച് വന്നുകൊണ്ട് എനിക്കങ്ങ് ക്ഷീണമായിപ്പോയി. പോവാനും മടിയാണ്. പക്ഷേ എനിക്ക് ഗാനമേള കേൾക്കുകയും വേണം. അമ്പലത്തിൽ ഗാനമേള കേൾക്കും തോറും എൻ്റെ നെഞ്ചിനകത്ത് വിഷമമുണ്ട്. കാരണം എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. ഞാൻ പോകണമെന്നും പറഞ്ഞ് വിചാരിച്ചിരുന്നത്. അന്നേരം ഈ മോൻ പറയുന്നത് ഞാൻ വിളിക്കാനൊന്നും വരുന്നില്ല, എനിക്കിന്ന് പറ്റത്തില്ല എന്ന്. അന്നേരം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ പിന്നെ. ഓരോരോ ആഗ്രഹങ്ങളെ. ഇനിയിപ്പോൾ അങ്ങനെ വീട്ടിൽ ഇരുന്ന് അതാണ് ഈ വീഡിയോ ഇടുന്നത്. തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ പരിപാടി വരുമ്പോഴല്ലേ നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ ആൺപിള്ളേർക്കൊക്കെയാണ് ഗാനമേളൊക്കെ കാണുന്നതിനോട് ഇൻട്രസ്റ്റ്. ഇത് വയസ്സായ നമുക്കാണ് താല്പര്യം, അവർക്കൊരു താല്പര്യമില്ല. പിന്നെന്തോ പറയാനാ. പാട്ടുകളെല്ലാം കേൾക്കുന്നുണ്ട്. ചില ഗാനമേളയൊക്കെ കാണാൻ പോയാൽ അത്രയ്ക്കൊന്നും പോരായിരിക്കും. പക്ഷേ ചിലതൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് അപ്പോഴേക്കും തിരിച്ചു വരണമെന്നാണ് തോന്നുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാരെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.